ബ്രിട്ടനെ നയിക്കാൻ ഇനി പുതിയ നേതാവ്. ലേബർ പാർട്ടി നേതാവ് ആന്റി ബേണം ബ്രിട്ടന്റെ 59ാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ചാൾസ് മൂന്നാമൻ രാജാവിനെ സന്ദർശിച്ച ആന്റി ബേണം സർക്കാർ രൂപീകരിക്കാനുള്ള ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ചതോടെയാണ് അധികാരമേൽക്കൽ നടപടികൾ പൂർത്തിയായത്. നേരത്തെ പ്രധാനമന്ത്രി കീർ സ്റ്റാമർ രാജാവിന് രാജി സമർപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചത്. നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റിലെത്തുന്ന ബേണം പ്രധാനമന്ത്രി എന്ന നിലയിലെ ആദ്യ അഭിസംബോധന നടത്തി. കൂടുതൽ സ്ഥിരതയുള്ളതും ഉത്തരവാദിത്വമുള്ളതുമായ ഭരണവും ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ലഭിക്കുന്ന ബ്രിട്ടൻ ഒരുക്കുകയുമാണ് പുതിയ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ബേണം പ്രഖ്യാപിച്ചു. ഇന്ന് UK സമയം രാവിലെ 11:20 കീർ സ്റ്റാമർ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഡൗണിംഗ് സ്ട്രീറ്റിന് മുന്നിൽ സംസാരിച്ചത്. തുടർന്ന് ഉടൻ തന്നെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തിയ കീർ സ്റ്റാമർ രാജാവുമായി 20 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് 12 മണിയോടെ രാജി സ്വീകരിച്ചതായി ബക്കിംഗ്ഹാം കൊട്ടാരം അറിയിച്ചു. തുടർന്ന് ലേബർ പാർട്ടി നേതാവായ ആന്റി ബേണത്തിനെ ബക്കിംഗ്ഹാം കൊട്ടാരം ചാൾസ് രാജാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കുകയായിരുന്നു. 12:10 രാജാവുമായുള്ള ആന്റി ബേണത്തിന്റെ കൂടിക്കാഴ്ച ആരംഭിച്ചത്. തുടർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് ഇതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 10 ഡൗണിംഗ് സ്ട്രീറ്റിന് മുന്നിൽ വെച്ച് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. തൊഴിൽ സാമ്പത്തിക മേഖലകളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും ലേബർ സർക്കാർ ഇതിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം തന്റെ കന്നി പ്രസംഗത്തിൽ തുറന്നു പറഞ്ഞു. മാർഗരറ്റ് താച്ചറുടെ ഭരണകാലം മുതൽ രാജ്യം തെറ്റായ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്ന നിലപാട് ആവർത്തിച്ച ബെനിഹാം പൊതുസേവന മേഖലകളെ കൂടുതൽ സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കുമെന്നും വ്യാവസായിക വളർച്ചയ്ക്കായി 10 വർഷത്തെ സമഗ്ര പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും വ്യക്തമാക്കി. കടുത്ത സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന പ്രഖ്യാപനങ്ങളും പദ്ധതികൾക്കുമുള്ള തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്ന വിവരങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. തെരുവിൽ അനാഥരായി ഉറങ്ങേണ്ടി വരുന്ന സാഹചര്യം അവസാനിപ്പിക്കാനായിരിക്കും തന്റെ സർക്കാർ ആദ്യ പരിഗണന നൽകുക. അതേസമയം പ്രധാനമന്ത്രി പദവിയിലെത്തി ഉടൻ തന്നെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട കടുത്ത വെല്ലുവിളികളാണ് ബെൻഹാം നേരിടുന്നത്. പാർട്ടിക്കുള്ളിൽ ഇടത് വിഭാഗം എഡ് മിലിബാൻഡിനെ ധനമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വ്യാപാരികളുടെയും മിതവാദികളുടെയും പിന്തുണ ഷബാന മഹമൂദിനാണ്. ആഞ്ചല റെയ്ന്, വെസ്റ്റ് റീറ്റിംഗ്, ഇവറ്റ് കൂപ്പർ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ വകുപ്പുകളുടെ കാര്യത്തിലും തീരുമാനമാകേണ്ടതുണ്ട്. ഇതിനിടെ ജയിൽ കാര്യമന്ത്രി ലോർഡ് ടിംസൺ ഉൾപ്പെടെയുള്ള ചില പ്രമുഖർ സർക്കാരിൽ നിന്നും രാജിവെച്ചിട്ടുണ്ട്. ബ്രിട്ടന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കത്തോലിക്ക വിഭാഗക്കാരനായ പ്രധാനമന്ത്രി എന്ന അപൂർവ നേട്ടവും ബെൻഹാമിന് സ്വന്തമാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ UK അധികാരമേൽക്കുന്ന 7ാമത്തെ പ്രധാനമന്ത്രിയാണ് 56കാരനായ ആന്റി ബെൻഹാം. എന്തായാലും തൊഴിലാളി കുടുംബത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വ്യക്തിയാണ് അദ്ദേഹം. 1970 ജനുവരി 7 ലിവർപൂളിനടുത്തുള്ള എയിൻട്രിയിൽ ജനിച്ച ആൻഡ്രൂ മുറേ ബേനം എന്ന ആന്റി ബേനം സാധാരണ തൊഴിലാളി കുടുംബത്തിലാണ് വളർന്നത്. പിതാവ് കെനത്ത് റോയ് ബേനം ടെലിഫോൺ എഞ്ചിനീയറും മാതാവ് ഐലീൻ മേരി ബേനം റിസപ്ഷനിസ്റ്റുമായിരുന്നു. കൗമാരപ്രായത്തിൽ തന്നെ ലേബർ പാർട്ടിയുടെ ആശയങ്ങൾ ആകർഷകനായ അദ്ദേഹം 15ാം വയസ്സിൽ പാർട്ടി അംഗമായി. പിന്നീട് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഫിറ്റ്സ്വില്ലം കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടി. വിദ്യാർത്ഥി ജീവിതം മുതൽ സാമൂഹിക വിഷയങ്ങളും പൊതുനയങ്ങളും സജീവമായിരുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മുൻ മന്ത്രി ടെസാ ജോവലിന്റെ ഗവേഷക സഹായിയായി പ്രവർത്തിച്ച ബേണം നാഷണൽ ഹെൽത്ത് സർവീസ് കോൺഫെഡറേഷനിൽ പാർലമെന്ററി ഓഫീസറായും ഫുട്ബോൾ ടാസ്ക് ഫോഴ്സിൽ അഡ്മിനിസ്ട്രേറ്ററായും പ്രവർത്തിച്ചു. 2001 മാഞ്ചസ്റ്ററിലെ ലീ മണ്ഡലത്തിൽ നിന്നും ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പിന്നീട് തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ടോണി ബ്ലെയർ, ഗോർഡൻ ബ്രൗൺ സർക്കാരുകളിൽ ആഭ്യന്തരം, ആരോഗ്യം, ധനകാര്യം, സാംസ്കാരിക വകുപ്പുകളിലും അദ്ദേഹം മന്ത്രിസ്ഥാനം വഹിച്ചു. 2009 മുതൽ 2010 വരെ ആരോഗ്യ സെക്രട്ടറിയുമായിരുന്നു.